മൂത്തമ്മ എവിടെക്കാ? മൂത്തമ്മ അയ്യോ ഓൾറെഡി ഉമ്മ ഫേമസ് ആണ്. ഇപ്പൊ സീരിയസ് ആയിട്ട് പറയണായിരിക്കും, പക്ഷെ പിള്ളേരിങ്ങനെ അത് തഗ്ഗാക്കി ഇപ്പൊ തഗ്ഗുമ്മയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ നാക്കെടുത്തൊന്നും പറയാത്തത്. ഡോണ്ട് വറി, ബി ഹാപ്പി. അതാണ് നമ്മുടെ പോളിസി. ഉമ്മ എന്തെങ്കിലും ഉപദേശം കൊടുത്തായിരുന്നോ കല്യാണത്തിന്? അവർക്ക് കൊടുത്തില്ല, ഇപ്പോൾ കൊടുത്തിരുന്നു. എന്താ അടുത്ത്? നമ്മളെ പോലെ നമ്മുടെ വീട്ടിലത്തെ മാതിരി ഒന്നും അവിടെ കാട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഇവിടുത്തെ പോലെ തന്നെ അവിടെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ അവിടെ വേറെ ആൾക്കാരാകുമ്പോ ബഹുമാനം കൊടുക്കും, ഞമ്മക്കൊരു ഉൾബള ബഹുമാനം തരില്ല. ഞമ്മക്കൊരു ഉൾബള ബഹുമാനം തരില്ല. വെറുതെ ആരംഭത്തിൽ അപമാനം. അങ്ങനെയല്ല, നമ്മൾ പിന്നെ വേറൊരു വീടല്ലേ, ആദ്യം ആ മൈൻഡിൽ തന്നെ നിൽക്കും. എപ്പോഴും അങ്ങനെ തന്നെ ഇനി മാറി മാറി വരും. ഇപ്പൊ ഞങ്ങള് വീടുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവള് കീറ മാക്സി ഷാളൊന്നും നേരടില്ല. ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണേട്ടാ. ഞങ്ങള് വീടുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവള് കീറ മാക്സി ഷാളൊന്നും നേരടില്ല. നമ്മുടെ വീട്ടുകാരൊക്കെ എന്തിനാ നാട്ടുകാരോട് പറഞ്ഞ് നാറ്റിക്കണം? നമുക്ക് ഇത് തന്നെ പണി. എന്നെ നാണം കെടുത്താന്നുള്ള അമ്മയുടെ ഒരു ടൈം പാസ്സാ. ഇവരെ വീടുകളിൽ ഒരു നേരം മണവാട്ടിയുടെ മരുന്ന് അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. നോക്കില് പറയാം, നേരം ഇടടി കാരണം ചന്റെ പണിയൊക്കെ കയറും. ആര്? ഞാനോ? അതെ, താൻ തന്നെ. അവിടെ അതൊന്നും പറയണ്ടല്ലേ? എന്താ വെച്ചാൽ അത്ര ദൂരല്ലേ, അവിടുന്ന് ബസ് കയറി പോരാൻ പറ്റൂല. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ നാണം കെട്ട് തൊലി ഉരിഞ്ഞിട്ട് വരുവാ ഞാൻ. ഇങ്ങനെയുണ്ട് പാലക്കാടത്തെയും കൊല്ലത്തിലെയും ഒരു വ്യത്യാസമൊക്കെ. ഭക്ഷണം കുറച്ച് വ്യത്യാസം. ചോറല്ലൊക്കെ ഭക്ഷണം കുറച്ച് വ്യത്യാസം. ചോറല്ലൊക്കെ ഫണ്ണി ഈ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലേ സിദ്ധാർത്ഥി ആളുകളെ കയ്യിലെടുക്കുന്നത്.